എല്ലാം തകർത്ത് കളഞ്ഞില്ലേ? എത്ര സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്നതാ. ചെറുക്കനാകെ മാറിപ്പോയി. അത്രയ്ക്ക് അങ്ങ് ഇഷ്ടായി പോയത്രേ. ആരാ പയ്യൻ? മൃദുലയുടെ ആങ്ങള അപ്പു. അപ്പു? കൂട്ടുകാരന്റെ ഭാര്യയെ കൂടെ പൊറപ്പിക്കുന്നവന്റെ പെങ്ങളെ കെട്ടാൻ ദിവാൻ പേഷ്കാരി വരും. നീ ഒറ്റ ഒരുത്തനാ അവളുടെ ഭാവി തകർത്തത്. എന്നോട് വേണുവിന്റെ കാര്യത്തിൽ ഒന്നും തോന്നരുത്. അവൻ പറഞ്ഞത് കേട്ട് മനസ്സറിയാതെ ഞാൻ ഈ കൊച്ചിനോട് തെറ്റ് ചെയ്തു. എനിക്കറിയില്ലായിരുന്നു. മക്കള് പറഞ്ഞത് മുഴുവൻ കണ്ണടച്ച് വിശ്വസിച്ചു പോയി. എല്ലാം തകർത്ത് കളഞ്ഞില്ലേ? എത്ര സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്നതാ. നാത്തൂനെ, മരണം വരെ നമ്മുടെയൊക്കെ മനസ്സിലെ തീയാത്. ഒക്കെ തലവിധിയാണെന്നാ ഞാൻ സമാധാനിക്കുന്നത്. ഓരോ കുഴി ചെന്ന് ചാടുകയാ. എത്ര നല്ല സ്വഭാവമുള്ള ചെറുക്കനായിരുന്നു എൻ്റെ ഭഗവാനെ. വേണുവിൻ്റെ കാര്യം നമുക്ക് മറക്കാം. പക്ഷേ ഈ വീടുമായിട്ടുള്ള നമ്മളൊക്കെ തമ്മിലുള്ള ബന്ധം അറ്റുപോകരുത്. അതുകൊണ്ടാ ഞങ്ങളൊക്കെ ഈ അവസ്ഥയിലും ഇവിടെ വന്നത്. പിള്ളേർ അച്ഛനും വല്ലാത്ത മനപ്രയാസാ. ചായ കുടിക്കാമായി. ആയ്, നല്ല ചായ. എല്ലാ ദിവസവും എൻ്റെ മായമോളുടെ കയ്യിൽ നിന്ന് ഇത്തരം ഒരു ചായ കിട്ടിയാൽ നന്നായിരുന്നു, അല്ലേടി മോളെ? ശരിയാ. അതിനെന്താ, അമ്മായി ഇവിടെ വന്ന് നിക്ക്. അമ്മായിക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാ ഞാൻ ഉണ്ടാക്കിത്തരാം. കൊള്ളാം. ഈ വയസ്സുകാലത്ത് ഞാനിവിടെ വന്ന് നിൽക്കണോ? ഈ കൈ കൊണ്ട് വെച്ചു വിളമ്പി തരുന്ന കഴിക്കാനേ മോക്ക് അങ്ങോട്ടും വരാമല്ലോ, ഇല്ലേടി മോളെ? അതെ, ഇത്രയും കൈപ്പുണ്യമുള്ള ഒരാള് തറവാട്ടി ചാർജ് എടുത്താ അമ്മയ്ക്ക് പിന്നെയുള്ള കാലം വിശ്രമിക്കാം. കഴിഞ്ഞതല്ല അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതിനെ അതിൻ്റെ വഴിക്ക് വിടാം. ഞാൻ വേണുവിൻ്റെ ഇവളുടെയും കാര്യമാണ് പറഞ്ഞത്. അതോർത്ത് വിഷമിച്ച് കാലം കളഞ്ഞിട്ട് എന്താ ഫലം? അപ്പൂന് ചില ആലോചനകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് വയസ്സായില്ലേ, ഇനി തറവാട് ഭരിക്കാൻ ഒരാൾ വേണം, അല്ലേ നാത്തൂനെ? വേണം. അപ്പുവിനെ കൊണ്ട് വേഗം ഒരു കല്യാണം കഴിപ്പിക്കണം. അവിടുന്ന് ഇവിടുന്നും ഒക്കെ ആലോചനകൾ ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ ഒന്നും അവനങ്ങോട്ട് പിടിക്കുന്നില്ല. കാലാകാലം തറവാടിന്റെ വിളക്കായിട്ട് നിൽക്കേണ്ട പെണ്ണ. ഇളയ ആമക്കടെ കാര്യം വരുമ്പോ വളരെ സൂക്ഷിക്കണമല്ലോ. വേണം. നല്ല അടക്കവും ഒതുക്കവും തറവാട്ട് മഹിമ ഒക്കെ ഉള്ളൊരു നല്ല കുട്ടിയായിരിക്കണം. അങ്ങനെ ഒരു കുട്ടിയെ ഞങ്ങൾ കണ്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു, പ്രത്യേകിച്ച് അപ്പൂന്. അവളുടെ കാരണവന്മാർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ അതൊന്ന് ആലോചിക്കാലോ എന്നോർത്താ ഞങ്ങൾ ഇറങ്ങിയത്. എനിക്ക് മനസ്സിലായില്ല. ഓ, ഇനിയിപ്പോൾ അങ്ങോട്ട് കാര്യം തെളിച്ചു പറയാം. എൻ്റെ മോൻ അപ്പൂന് വേണ്ടി മായമോളെ എനിക്ക് തരുമോ നാത്തൂനെ? ഇതെവിടെയാ? സ്വപ്നലോകത്താ? തീരുമാനം എടുക്കുന്നെങ്കിൽ വേഗം വേണം. അപ്പോൾ 20-ാം തീയതി തിരിച്ചു പോവും. അതിനു മുമ്പ് അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അവനാണെങ്കിൽ ഒന്നും അത്ര പിടിക്കുന്നുമില്ല. ഞങ്ങളാകെ നിരാശപ്പെട്ടിരിക്കുമ്പോഴാ അവൻ്റെ മനസ്സിലേക്ക് ഈ സുന്ദരിക്കുട്ടിയുടെ വരവ്. ചെറുക്കനാകെ മാറിപ്പോയി. അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായി പോയത്രേ. അവന് മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്കെല്ലാവർക്കും മായ വലിയ ഇഷ്ടാ.
മോളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവാൻ അമ്മയ്ക്കാ വലിയ തിടുക്കം. എത്രയും പെട്ടെന്ന് കല്യാണം നടന്നാ അത്രയും നല്ലതാ. അതേ ലീവില്ലാന്നോർത്തോ. മായയുടെ തീരുമാനം ഇപ്പോഴും പറഞ്ഞില്ല. അപ്പൂന് ഇഷ്ടാണോ? അത് അമ്മ എന്താന്ന് വെച്ചാ തീരുമാനിക്കട്ടെ. സ്വത്തിന്റെ പണത്തിന്റെ കാര്യത്തിൽ നമ്മൾ വല്ലതും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണോ? ഞങ്ങൾക്ക് അതൊന്നും അല്ല പ്രശ്നം. ഞങ്ങൾക്ക് വേണ്ടത് പെൺകുട്ടിയെയാ. ജീവിച്ചു പോകാനുള്ള സ്വത്തൊക്കെ അവിടെ ഉണ്ടല്ലോ. പിന്നെ ബോംബെയിൽ അവന്റെ ബിസിനസ് നന്നായി വരുന്നുണ്ട്. വേണമെങ്കിൽ അവിടെ പോയി അവന്റെ കൂടെ താമസിക്കുകയും ചെയ്യാം. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്നാ അവൻ പറയുന്നേ. ഏറ്റവും വലിയ തമാശ എന്താന്ന് വെച്ചാ ഒരു പരുക്ക മട്ടി പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കാതെ നടന്ന ചെറുക്കനാ. മായ ഇത്തവണ ലീവിന് വന്നപ്പോ കണ്ടത് മുതൽ ചെറുക്കൻ ആളാകെ മാറിപ്പോയി. കല്യാണം കഴിക്കാണെങ്കിൽ മായയെ തന്നെ മതിയെന്ന് പറഞ്ഞ അവന്റെ നിപ്പ്. ആ എന്തായി മോളെ? മായമോൾ എന്താ പറയുന്നേ? എല്ലാം അമ്മയുടെ തീരുമാനത്തിന് വിട്ടിരിക്കുക. എന്താണെങ്കിലും അമ്മ തീരുമാനിച്ചോട്ടേന്ന്. കണ്ടോ കണ്ടോ, അങ്ങനെയാ തറവാട്ടി പറഞ്ഞ പെൺകുട്ടികളുടെ സ്വഭാവം. അച്ഛനമ്മമാര് അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് അവർക്കറിയാം. ഇതൊക്കെ ഇപ്പോഴത്തെ പെൺപിള്ളേർ കണ്ടു പഠിക്കേണ്ടതാ. അപ്പോ മായമോക്ക് വിരോധമൊന്നുമില്ല. നാത്തൂൻ എന്തു പറയുന്നു? നമുക്കിതങ്ങോട്ട് നടത്താം. എന്താ? നാത്തൂനെ, ദുഷ്ടനാണെങ്കിലും തന്നിഷ്ടത്തിന് നടക്കുന്നവനാണെങ്കിലും അവൾക്കൊരാങ്ങളയുണ്ടല്ലോ. അവനോടൊന്നും ആലോചിക്കാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ചോദിച്ചാൽ ഒരിക്കലും ഈ ബന്ധത്തിന് സമ്മതിക്കില്ല. എന്നെ എന്റെ കുടുംബത്തിലുള്ളവരെ വെറുത്ത് നടക്കുന്ന ആളാ. വേണുവേട്ടനോട് ആലോചിച്ചിട്ട് ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരോടെ വേണമെങ്കിലും ആലോചിച്ചോ. പക്ഷെ തീരുമാനം എന്തായാലും ഇന്ന് തന്നെ എനിക്കറിയണം. ഞങ്ങൾ ഇറങ്ങാം. വാ മോളെ. മായേ, എന്താ അമ്മേ? കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. എന്താ മോളുടെ അഭിപ്രായം? എനിക്ക് ഈ കാര്യത്തിൽ സ്വന്തമായിട്ടൊരു അഭിപ്രായമൊന്നുമില്ല. അമ്മയുടെ ഇഷ്ടം പോലെ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നീ പഠിപ്പും വിവരമുള്ള കുട്ടിയാ. കാര്യങ്ങൾ നീയും വിലയിരുത്തണം. കല്യാണം നടത്തുന്നതോടെ അമ്മയുടെ ജോലി തീരും. അവന്റെ കൂടെ മരണം വരെ കഴിയേണ്ടത് നീയാ. അതിന് മോളുടെ തീരുമാനമാ വലുത്. അവരൊക്കെ വന്ന് പറഞ്ഞു എന്ന് വെച്ച് അനുസരിക്കണമെന്നൊന്നുമില്ല. നല്ലവണ്ണം ആലോചിക്കണം. എന്നിട്ട് എന്തെങ്കിലും പറയാവൂ. എന്തായാലും അമ്മയോട് തുറന്നു പറഞ്ഞു. മോൾക്ക് അപ്പൂവിനെ ഇഷ്ടാണോ? എനിക്ക് എന്റെ ഇഷ്ടത്തിന് ഇപ്പൊ വലിയ പ്രസക്തിയൊന്നും ഇല്ല അമ്മേ.
എല്ലാം അമ്മ തീരുമാനിച്ചാ മതി. മോൾക്ക് താല്പര്യമാണെങ്കിൽ ഞാൻ പോയി വേണുവിനോട് സംസാരിക്കാം. വേണുവായിട്ട് സമ്മതിക്കൊന്നും തോന്നുന്നില്ല. നമ്മളെയും എന്തിന് സ്വന്തം ഭാര്യയും മക്കളെയും മറന്നു നടക്കുന്ന ആളിനോട് അഭിപ്രായം അറിയാൻ പോണോ? വേണം മോളെ, എനിക്കൊരു കടമയുണ്ട്. നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോ എനിക്ക് അവനോട് ആലോചിക്കാതെ വയ്യ. ആ, ഇന്ന് തന്നെ ഞാൻ അവനെ പോയി കാണാം. തീരുമാനം എന്തായാലും ഇന്ന് തന്നെ അറിയിക്കട്ടെ. ഉം. എത്രയായി? 25. ദാ. ആ, നീ ഇവിടെ ഉണ്ടാകുമെന്ന് സംശയിച്ചാ ഞാൻ വന്നത്. ടൗൺ വരെ ഒന്ന് പോകണം. കുറച്ച് കഴിഞ്ഞിറങ്ങാന്ന് കരുതി. അമ്മ കയറിയിരിക്കെ. വേണ്ട, നിന്നോടൊരു കാര്യം ആലോചിക്കാനാ വന്നത്. അത് വേറെ ആരും കേൾക്കണ്ട. പെങ്ങളൊരുത്തി കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുന്നത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അവൾക്കൊരാലോചന. നല്ല തറവാട്, സാമ്പത്തികവും തിരക്കേടില്ല. എവിടുന്നാ? ഇവിടെ അടുത്തുനിന്ന് തന്നെയാ. അടുത്ത് നിന്നോ? ആരാ പയ്യൻ? മൃദുലയുടെ ആങ്ങള അപ്പു. അപ്പു? വേണ്ട, അത് ശരിയാവില്ല. എന്താ എന്താ കാര്യം? കാര്യം നിലവിലുള്ളതൊക്കെ തന്നെയാ. ആ കുടുംബത്തിൽ നിന്ന് ഇനിയൊരു ബന്ധവും നമുക്ക് വേണ്ട. ആ കുടുംബത്തിൽ നിന്ന് ആദ്യം ബന്ധം പിടിച്ചവനല്ലേ നീ? അതുകൊണ്ട് നിനക്ക് എന്ത് കുഴപ്പമുണ്ടായത്? ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞു വരിപ്പിച്ച് എന്നെയും മൃദുലയും തമ്മിൽ അകറ്റിയത് ആ അമ്മായി മക്കളുമാ. ആ നരകത്തിലേക്ക് വേണ്ട, ശരിയാവില്ലമ്മേ. ഇല്ലാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ അവര് പറഞ്ഞത്. ഇപ്പോഴും നീ അവളെ ഈ വീട്ടിൽ പൊറപ്പിച്ചിരിക്കുകയല്ലേ? അതെ, വേറെ ഇടവില്ലാത്തതുകൊണ്ടാ. വഴിയിലേക്ക് തള്ളിവിടാൻ പറ്റില്ലല്ലോ. എൻ്റെ മനസാക്ഷിക്ക് തെറ്റായിട്ടൊന്നും ഞാൻ ഈ നിമിഷം വരെ ചെയ്തിട്ടില്ല. ഏത് ഈശ്വരൻ്റെ മുമ്പിൽ ഞാൻ ആണയിടാം. അതുകൊണ്ട് തന്നെ ആരുടെ മുമ്പിൽ എനിക്ക് തല ഉണിക്കേണ്ട ആവശ്യമില്ല. അത് നിന്റെ കാര്യം. ഈ കാര്യത്തിൽ എന്താ തീരുമാനം? ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ, അമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന അന്ന് മുതൽ അവർ നമ്മുടെ ശത്രുക്കളാ. തരം കിട്ടിയ ചവിട്ടി അരയ്ക്കാൻ കാത്തു നിൽക്കുന്നവരാ. ആ കൂട്ടത്തിലേക്ക് നമ്മുടെ മായയെ പറഞ്ഞുവിടാൻ ഞാൻ സമ്മതിക്കില്ല. മായ ഒരു പാവം പെണ്ണ. അവൾ ആ വീട്ടിൽ കിടന്ന് അരയിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. വേണ്ട, നമുക്ക് വേറെ കാര്യങ്ങൾ വല്ലതും ആലോചിക്കാം. അപ്പോൾ മായക്ക് ഒട്ടും ചേരില്ല. കൂട്ടുകാരന്റെ ഭാര്യയെ കൂടെ പൊറപ്പിക്കുന്നവന്റെ പെങ്ങളെ കെട്ടാൻ ദിവാൻ പേഷ്കാരി വരും. നീ ഒറ്റ ഒരുത്തനാ അവളുടെ ഭാവി തകർത്തത്. അവൾക്ക് ഇതിലും നല്ലൊരു കാര്യം വരുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് എനിക്ക് അവളെ ഒരു കയ്യിൽ ഏൽപ്പിക്കണം. ഞാൻ അവർക്ക് വാക്ക് കൊടുക്കാൻ പോവാ. ഞാനിത് നടത്തും, നടത്തിയിരിക്കും. നടത്തിക്കോ, തന്നിഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ആയിക്കോ. ഒരു കാര്യത്തിനും വേണുവിനെ പ്രതീക്ഷിക്കണ്ട. എന്റെ പെങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്ന കാണാൻ ഞാനില്ല. വേണ്ട, വരണ്ട. ആളുകൾ കടക്കം പറഞ്ഞ് ചിരിക്കാൻ ഒരു കാരണമായിട്ട് നിന്നെ അവിടെ ഞാനും എന്റെ മോള് പ്രതീക്ഷിക്കുന്നില്ല. ഒരു അപേക്ഷയുണ്ട്. ഉപകാരമൊന്നും ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത്. അമ്മേ, കുറെ നേരമായി നമ്മളിവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. അത്യാവശ്യമെന്ന് പറഞ്ഞ് ഓഫീസിൽ നിന്ന് വിളിപ്പിച്ചിട്ട് ഇട ഒരുപാട് ജോലി തിരക്കുള്ള ദിവസമായിരുന്നു. പിന്നെ നീ വിളിച്ചാൽ വരാതെ പറ്റില്ലല്ലോ. താൻ എന്നെ ഒരുപാട് സഹിക്കുന്നുണ്ടല്ലോ. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ മനസ്സിലാക്കാൻ ഈ ലോകത്ത് താൻ മാത്രമേ ഉള്ളൂ. വീട്ടിലില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ആത്മഹത്യ ചെയ്തേനെ. ഭീരുക്കളെ പണ്ടേ എനിക്കിഷ്ടമല്ല.
ആത്മഹത്യ ചെയ്യുന്നവൻ ഭീരുവാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാൻ ചങ്കുറപ്പില്ലാത്തവൻ. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പതറാതെ പിടിച്ചു നിന്ന വേണുവിനാണ് എൻ്റെ മോറൽ സപ്പോർട്ട്. അതുപോട്ടെ, എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞേ? നമ്മുടെ മായക്കൊരു വിവാഹാലോചന. ഓ, ദാറ്റ്സ് ഗുഡ്. എവിടുന്നാ? മൃദുലയുടെ ബ്രദർ അപ്പു. അപ്പോ? അവനെപ്പറ്റി അറിയാലോ. മായ സമ്മതിച്ചോ? സമ്മതിപ്പിച്ച് കാണും. അവൾക്കെന്തറിയാം, പാവം. താനെന്ത് പറഞ്ഞു? ഞാൻ പറ്റില്ലാന്ന് തീർത്ത് പറഞ്ഞു. പക്ഷേ അമ്മ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. താൻ എന്ത് പറഞ്ഞാലും തൽക്കാലം ഇപ്പോൾ വിലപ്പോവില്ല. തനിക്കിപ്പോൾ ഒരു പാപിയുടെ പരിവേഷ. പക്ഷേ ഇത് നടക്കാൻ പാടില്ല പീറ്ററെ. നമുക്കിതെങ്ങനെയെങ്കിലും തടയണം. അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. താൻ പറയാനുള്ളത് പറഞ്ഞില്ലേ? മായ്ക്കും ഇഷ്ടമായി. കല്യാണം നടക്കുന്നെങ്കിൽ നടക്കട്ടോ, നമുക്കെന്ത് ചെയ്താം? നോ, അതല്ല. ഇത് നടക്കാൻ പാടില്ല പീറ്ററെ. ഇത് ചതിയാ, കൊടും ചതി. എന്നെ തോപ്പിക്കാൻ അവർ മായെ കരുവാക്ക. എന്ത് വില കൊടുത്തും നമുക്കിത് തടയണം. നീ എന്തൊന്നും പറയാത്തത്? നിന്റെ കൂടെ എന്തിനും ഞാനുണ്ടാവും. പോരെ? വാ. വേണു സമ്മതിക്കില്ല എന്നറിയായിരുന്നു. അവൻ പറയുന്നത് ഇത് നമ്മളെ ചതിക്കാനാണെന്ന്.